മനസ്സിലേക്കൊരു പഴയ മുദ്രാവാക്യം വരുന്നുണ്ട്. ഞാൻ പല തലങ്ങളിലും പല പ്രതിയോഗങ്ങളിലും അത് പറഞ്ഞതാണ്. പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് അവിടെ നിന്നൊരു നല്ല ഫീഡ്ബാക്ക് കിട്ടിയതാണ്. ജനങ്ങളുടെ മനസ്സിൽ ആ മുദ്രാവാക്യമുണ്ട്, ആ ഓർമ്മകളുണ്ട്, അതിൻ്റെ ആവേശമുണ്ട്. ആ കാലഘട്ടം വിയറ്റ്നാം യുദ്ധ കാലഘട്ടമായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ എല്ലാ ഭീകരഭാവത്തോടും കൂടി, എല്ലാ ആയുധശേഷിയോടും കൂടി കൊച്ചു വിയറ്റ്നാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി യുദ്ധത്തിൻ്റെ ഭയാനകമായ രീതിയിലുള്ള അഴിഞ്ഞാട്ടം നടത്തുന്ന കാലത്താണ് ലോകം മുഴുവനും വിയറ്റ്നാം ഐക്യദാർഢ്യ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അതിൻ്റെ ഭാഗമായി വലിയൊരു യുദ്ധവിരുദ്ധ പ്രസ്ഥാനം അല്ലെങ്കിൽ വിയറ്റ്നാമിനോടുള്ള ഐക്യദാർഢ്യ പ്രസ്ഥാനം ഇന്ത്യയിലും കേരളത്തിലും ശക്തി പ്രാപിച്ചു വന്നു. അതിൻ്റെ ഏറ്റവും കനപ്പെട്ട കേന്ദ്രമായി നമ്മുടെ എല്ലാ ക്യാമ്പസുകളും മാറി. യുവതലമുറ, വിദ്യാർത്ഥികൾ വിയറ്റ്നാമിനെ സ്വന്തം വികാരമാക്കി മാറ്റി. ഓച്ചിമിനെ അവരന്ന് സ്നേഹത്തോടു കൂടി അങ്കിൾ ഹോ എന്ന് വിളിച്ചു. അവരുടെ മനസ്സിൽ ഏറ്റവും അർത്ഥമുള്ള രൂപത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ വികാരം കടകുളഞ്ഞെഴുന്നേറ്റു. യുദ്ധവരികന്മാരെ അവർ വെറുക്കുന്നുവെന്ന് ലോകമാകെ പറഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ സ്പിരിറ്റിലും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ക്യാമ്പസുകൾ വിളിച്ചു പറഞ്ഞു, യുദ്ധം വേണ്ട, സമാധാനം വേണമെന്ന്. ആ കാലത്ത് ക്യാമ്പസിൽ ഒരു മുദ്രാവാക്യം മുഴങ്ങി. അത് മേരാ നാം തേരാ നാം വിയറ്റ്നാം, വിയറ്റ്നാം എന്നായിരുന്നു. എൻ്റെ പേരും നിൻ്റെ പേരും വിയറ്റ്നാം, വിയറ്റ്നാം എന്നാണ്. ആ മുദ്രാവാക്യം ഓർത്തുകൊണ്ട് ഞാൻ പല യോഗങ്ങളിലും ചോദിച്ചു, ഇന്ന് നമ്മത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം മേരാ നാം തേരാ നാം LDF എന്ന്. എൻ്റെ ഓർമ്മയിലുണ്ട് പല സ്ഥലങ്ങളിലും ഈ ഭാഗം എത്തിയപ്പോൾ മേരാ നാം തേരാ നാം എന്ന് പ്രസംഗത്തിൻ്റെ ഒടുവിൽ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ കിട്ടുന്ന എല്ലാ ജനങ്ങളും തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ആവേശപൂർവ്വം വിളിച്ചു പറഞ്ഞു LDF എന്ന്. ഞാൻ അത് ആവർത്തിക്കുന്നു, മേരാ നാം തേരാ നാം LDF ആണ് പ്രതീക്ഷ, LDF ആണ് ഭാവി, LDF തന്നെയാണ് പ്രകാശം. അതുകൊണ്ട് LDFന് വേണ്ടി നമുക്കെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. വിജയം നമ്മുടേതായിരിക്കും.